വത്തിക്കാനിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് ഫിറൻസിലെ വില്ല കൊസ്താൻസ എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷൻ. അവിടെ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകളിലൊന്നായ ഇറ്റാൽ ബസ്സിനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അത് പ്രകാരം ആ ബസ്സിൽ കയറുവാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ റോമ തിമുർത്തീന എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോമിലെ ഫ്യൂമിച്ചിനോ എന്ന് പറഞ്ഞ എയർപോർട്ടിലോട്ടുള്ള ട്രെയിനിൽ കയറി നേരെ ഞങ്ങൾ റോമ ഓസ്തേൻസെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് റോമ ഓസ്തേൻസയിൽ ഇറങ്ങുവാനായിട്ട് ഏകദേശം 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്നും നേരെ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിൻ റോമ സാൻ പിയത്രോയ്ക്കുള്ളതാണ്. അങ്ങനെ രണ്ടാമത്തെ ട്രെയിനും വന്നു നിന്നു. ഞങ്ങൾ ആ ട്രെയിനിലേക്ക് കയറുന്നു. അവിടെ നിന്നും 10 മിനിറ്റ് ട്രെയിൻ യാത്രയേ ഉള്ളൂ. റോമ സാൻ പിയത്രോ എന്ന് പറഞ്ഞ വത്തിക്കാനിലെ ബസലിക്ക പള്ളിയുടെ തൊട്ടടുത്തുള്ള അടുത്ത റെയിൽവേ സ്റ്റേഷൻ അതാണ് റോമ സാൻ പിയത്രോ. എല്ലാ ലോക്കൽ ട്രെയിനുകളിലാണ് യാത്ര. ലോക്കൽ ട്രെയിനുകളിൽ അതിരാവിലെ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ അധികം തിരക്കില്ലാഞ്ഞത്. കൂടാതെ ഇന്ന് ഇറ്റലിയുടെ നാഷണൽ ഡേയുടെയാണ്. അങ്ങനെ ഞങ്ങൾ റോമ സാൻ പിയത്രോ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും അണ്ടർഗ്രൗണ്ട് വഴി നേരെ വത്തിക്കാനിലെ പള്ളിയുടെ ഞങ്ങളങ്ങനെ വത്തിക്കാനിലെ സിറ്റിയിൽ വത്തിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്, റോമ സാൻ പിയത്രോ എന്ന് പറയും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ റോഡിലെത്തും. ആ റോഡിലെത്തുമ്പോൾ തന്നെ നമുക്ക് വത്തിക്കാൻ പള്ളി കാണാവുന്നതാണ്. വത്തിക്കാൻ പള്ളിയുടെ ബാക്ക് സൈഡാണിത്. പൊതുവെ ഇന്ന് ശാന്തമാണ് ഈ സിറ്റി. കാര്യം ഇന്നൊരു നാഷണൽ ഡേയുടെയാണ്. ഇവരുടെ 25 ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ ഒരു നാഷണൽ ഡേ ആണ്. ആ നാഷണൽ ഡേ ആയതുകൊണ്ട് മിക്കവാറും എല്ലായിടങ്ങളും അവധിയിലാണ്. ഇത് വത്തിക്കാൻ സിറ്റിയുടെ ബാക്ക് സൈഡിലെ ഭിത്തിയാണ്. വത്തിക്കാനിലെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ചുറ്റി 1.5 കിലോമീറ്ററെങ്കിലും ഇതിന് വലം വെച്ച് വരണം. എന്നാലേ ഈ ലൈൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളവർക്ക്. നേരിട്ട് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുടെ തിക്കും തിരക്കുമാകും. അത് ചുറ്റിനും ഓടിച്ചുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനായതുകൊണ്ട് അധികം ആൾക്കാരില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം സ്റ്റേഷൻ ഇറങ്ങി ഇതിന് വലം. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു. രാവിലെ 6:30 ആയിട്ടും ഈ ആൾക്കാരുടെ തിക്ക് തിരക്ക് കാണുന്നുണ്ട്. എൻ്റെ അമ്മ, നടക്കൂല. അയ്യോ, എൻ്റെ മീകളെ, എൻ്റെ അമ്മ ഇന്ന് തീരത്തില്ല. ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട്. എത്രയായി കിലോമീറ്റർ? എത്ര നോക്കി? ഇപ്പോൾ 2.5 കിലോമീറ്ററായി. ഇനി ചുറ്റി അങ്ങ് ചെല്ലുമ്പോൾ തിരിച്ച് 2.5 ആവും.
എൻ്റെ അമ്മോ. അപ്പം ലൈനിൽ കയറി നിന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു പരുവത്തിന് ഏകദേശം അടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അടുത്ത പോലായി. ഇതുപോലൊരു ക്യൂ ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ലേ? അത് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്ന Faccio la foto perché non vedo. Io ho visto. No, non è così. No, non è così. ഇത് ഭയങ്കരമായി പോയല്ലോ. ഇത്രയും ജനങ്ങൾ ഒന്നും എത്ര പ്രാവശ്യം റൗണ്ട് ചുറ്റിയെന്നറിയാം. അങ്ങനെ റൗണ്ട് ചുറ്റിയാണ് ഇത് ഇത്രയും ഭാഗത്തേക്ക് അങ്ങോട്ട് 5 കിലോമീറ്ററോളം ഇപ്പം ഓടിക്കഴിഞ്ഞു. വത്തിക്കാൻ സിറ്റി ഇനി മിസ്സാകല്ലേ. 2 പ്രാവശ്യം. അയ്യോ, എല്ലാ സൈഡിൽ കൂടെയും വിടുവാണോ ആൾക്കാർ? നിങ്ങളെ കൊടുത്തു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം വത്തിക്കാൻ പള്ളിയുടെ സിറ്റിയുടെ അകത്ത് പള്ളിക്കകത്ത് കയറാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ക്യൂ തീരുന്നില്ല. No, perché io dovrei fare. Mi senti adesso? Io ti sento. È difficile! Sì, non lo so me! È uguale, si era una parte È igual para los dos lados. Ya bueno, tú te quedas ahí. എൻ്റെ ദൈവമേ,
ഞങ്ങൾ തീരുന്ന ലക്ഷണമില്ല. ഈ വത്തിക്കാൻ്റെ ഈ പള്ളിയുടെ 4 സൈഡും കറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ റൂട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവർ അങ്ങനെ കൊണ്ടുപോയി അതിനുശേഷം ഇടത്ത സൈഡിൽ കൂടെ കയറി അപ്പുറത്തെ വത്തിക്കാൻ സ്ക്വയറിൽ കൂടെ വന്ന് അപ്പുറത്തെ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന് ലൈൻ പിടിച്ച് ഈ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം അതാ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഫ്രണ്ട് ഭാഗത്ത് ഇനിയും പള്ളിക്കകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമുക്കിത് കാണാൻ പറ്റും. ഒരിക്കലും സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതാണ്. ഈ സെൻറ്ററിൽ കുറച്ച് സ്ഥലം ഇട്ടിരിക്കുന്നത് നാളെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനായിട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥലം നാളത്തേക്കുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ. നാളെയൊന്നും നമുക്കൊന്നും ഇവിടെ ഒന്നും എത്തിപ്പെടാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജനസാഗരമായിരിക്കും. അപ്പോഴും കാണേണ്ടവർക്ക് പൊതുദർശനത്തിന് ഇന്ന് 7 മണി വരെ അവസരമുണ്ട്. അല്ലാതെ ഇനിയൊരവസരം ഈ മനുഷ്യസ്നേഹിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ഭൗതിക ശരീരം കാണുവാൻ ജനലക്ഷങ്ങളാണ് ഈ വത്തിക്കാൻ സ്ക്വയറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു തളർച്ചയോ ഒരു ഇതുമില്ലാതെ അത് കണ്ട് കേട്ട് പോകണം. കാര്യം അത്രയ്ക്കും നല്ലൊരു മനുഷ്യസ്നേഹിയായ ആ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എല്ലാവരും ജാതിഭേദമന്യേ ഈ ഇറ്റലിയിലുള്ള മിക്കവാറും എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ട്. ദൂരദേശത്ത് നിന്നും എത്തിയിട്ടുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളായിട്ടുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി മതമേലധ്യക്ഷന്മാരെയൊന്നും നമ്മൾ കണ്ടില്ല. കുറേയേറെ മലയാളീസിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറകോട്ട് നോക്കിയാൽ ജനസാഗരം, സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ ഉള്ള ജനങ്ങളാണ്. എത്ര കഠിന പ്രയത്നം ചെയ്ത ഏകദേശം ഒരു 2-3-4 മണിക്കൂറുകളൊക്കെ പ്രയത്നം ചെയ്തിട്ട് നടന്നാണ് ഇവരിങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനിയും ഏകദേശം ഇനി ഇവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറൂടെ കാണാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും ശാന്തതയോടുകൂടി ക്ഷമയോടുകൂടിയാണ് ആൾക്കാരെല്ലാം ഇതിനെ കാണുന്നതും. അതെ, ഞങ്ങളിങ്ങനെ ലൈനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് മാർപ്പാപ്പയുടെ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം 9 ദിവസത്തിനുള്ളിൽ ഈ അടക്കം നടന്നിരിക്കണമെന്നാണ് ഇവിടുത്തെ ആ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു നിയമം. ആ 9 ദിവസത്തിനുള്ളിൽ അടക്കം നടന്നിരിക്കും. നാളെ ആകുമ്പോഴത്തേനും ഏകദേശം 7 ദിവസം 6-7 ദിവസത്തിനടുത്താവും. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ 20ാമത്തെ ദിവസം ഈ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നൊരു സൂചന നൽകുന്നതിന് വേണ്ടി ഈ ഒരു കത്തീഡ്രലിൻ്റെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ജനലിൻ്റെ അവിടെ ഒരു പോക്കോയിൽ വരും. പോക്കോയിൽ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തെങ്കിൽ അന്നൊരു വെളുത്ത പുകയായിരിക്കും വരുന്നത്. തിരഞ്ഞെടുത്തില്ല എങ്കിൽ അത് കറുത്ത പുകയായിട്ട് മാറും. പിന്നെ അതിനുശേഷം അടുത്ത ദിവസം പിന്നീടും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തും. അങ്ങനെയാണ് നേരത്തെ മുതലുള്ള ഈ ആചാരങ്ങൾ. അത് പിന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഇതെല്ലാം കാണിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കവാടത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷ നടക്കാൻ പോകുന്ന സ്റ്റേജാണ് ഇവിടെ കാണുന്നത്. വെയിലുള്ളതുകൊണ്ട് നമുക്കതിനൊരു ക്ലാരിറ്റി കുറഞ്ഞിരിക്കും ഈ വീഡിയോയ്ക്ക്. ഇതാ അവിടെ നിന്ന് ഇതാണ് വത്തിക്കാൻ സ്ക്വയർ. ഈ സ്ക്വയറിൽ പല ലൈനുകൾ പങ്കിട്ടാണ് നമ്മളിതിങ്ങനെ എത്തുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബസലിക്കയുടെ ഒരു കവാടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പയുടെ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം അന്നേരം തന്നെ ഇത് മരണം സ്ഥിരീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മരണം സ്ഥിരീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ
സമ്മതിച്ചാലും ഡോക്ടർമാർ പറയും മരണം സ്ഥിരീകരിച്ചുവെന്ന്. എന്നാൽ ഇവരുടെ ഒരു ആചാരപ്രകാരം മാമോദിസ പേര് 3 പ്രാവശ്യം വിളിക്കും. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മാമോദിസ പേര് 3 പ്രാവശ്യം വിളിച്ചിട്ട് അനക്കമില്ലെങ്കിൽ വത്തിക്കാൻ സ്ഥിരീകരിക്കും ഇത് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന്. അതിനുശേഷമാണ് വത്തിക്കാൻ്റെ ആ ഒരു ഔദ്യോഗികമായിട്ടുള്ള ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ കൽത്തൂണുകളുടെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വീൽ ചെയറിലും അങ്ങനെ ആൾക്കാർ ഈ ദേഹം വിയോഗത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ ഒത്തിരി ആൾക്കാർ വൈകല്യം ഉണ്ടായെങ്കിലും അവരത് കാണുവാനായിട്ട് വരുന്നുണ്ട്. നമ്മളിത് എൻട്രൻസിലോട്ട് കയറുന്നു. അതെ, പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ തൊപ്പിയൊന്നും വെക്കാൻ പറ്റില്ല. കാര്യം തൊപ്പിയൊന്നും വെച്ചുകൊണ്ട് ഒരു ദേവാലയത്തിനുള്ളിൽ കയറാനായിട്ട് അവരനുവദിക്കുന്നില്ല. അവർ തൊപ്പിയൊക്കെ ഊരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വത്തിക്കാനിലെ ദേവാലയത്തിനുള്ളിൽ കയറി ഏകദേശം നീണ്ട 3.5 മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ എത്തി. ഇത് നമുക്ക് കിട്ടിയ വലിയൊരു സന്ദർഭം. അത് ഇറ്റലിയിൽ ഞാൻ ഇത്രയും വർഷത്തിൽ എനിക്കത് 2 മാർപ്പാപ്പന്മാരുടെ ശവസംസ്കാരം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഈ ഇറ്റലിയിലെത്തിയിട്ട്. എന്നാൽ എനിക്ക് ഇത് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇവിടുത്തെ 6 മണിക്ക് തന്നെ ഇവിടെ നിന്ന് തിരിച്ച് രാവിലെ 6 മണിയായി 12 മണിക്കൂറോളം നീണ്ട യാത്ര. ട്രെയിനുകൾ മിസ്സായിട്ടുണ്ട്, ലേറ്റായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മളിപ്പോൾ വത്തിക്കാൻ ബസിലിക്ക പള്ളിയുടെ അകത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ശാന്തതയോടും സമാധാനത്തോടു കൂടി നിശബ്ദതയോടുകൂടിയാണ് ഇവിടെ പോകുന്നത്. നമുക്കത് കാണുവാൻ സാധിക്കും. ഇനി ഇവിടെ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞത് ഏകദേശം 135 കർദിനാൾമാർ ചേർന്നിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ സമയത്ത് ഒരു മൊബൈൽ പോലും ഉപയോഗിക്കാതാണ് ഇവർ 16 ചാപ്പൽ എന്ന് പറഞ്ഞാൽ മൈക്കിൾ ആഞ്ചലോയുടെ 16 ചാപ്പൽ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിലാണ് ഇവർ ഇത് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് കവാടത്തിന് മുമ്പ് പറഞ്ഞിരുന്നാൽ വെള്ളപ്പുക വരുന്നതാണെങ്കിൽ തിരഞ്ഞെടുത്തു എന്നർത്ഥം, കറുത്ത പുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്തില്ല. അപ്പോൾ ഈ 16 ചാപ്പലിൻ്റെ ഇത് നേതൃത്വത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കുന്നതും. അതിനുശേഷം ഇത് വീഡിയോ അടുത്ത് കാണിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് നേരിട്ട് തൊട്ടടുത്ത് 2 മീറ്റർ അകലത്തിൽ നമുക്ക് കാണാം. അവിടെ ആ സ്ഥലത്ത് നമുക്ക് അനുവദനീയമല്ല, ഫോട്ടോ ക്യാമറയൊന്നും നമുക്ക് അനുവദനീയമല്ല. അതുകൊണ്ടാണ് അവിടെ വെച്ച് ഫോട്ടോ ക്യാമറ നമ്മൾ അത് ഓഫ് ചെയ്തത്. അത് അങ്ങനെ നിലയ്ക്കാത്ത ലൈനുകളുടെ പ്രവാഹം ഇതങ്ങനെ നമുക്ക് ഇത്രയും സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഇത് നമ്മുടെ ഈ വത്തിക്കാനിൽ ഇത് അവിടെ നിൽക്കുന്ന പാറാവുകാരാണ്.
താഴോട്ട് ഇറങ്ങുന്നത്. ഇത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ സ്ക്വയർ പ്യാസ. ഈ പ്യാസയിലോട്ട് നോക്കിയിട്ടാണ് ഈ മാർപ്പാപ്പ ആ കിളിവാതിൽ കൂടി, ഇപ്പുറത്തെ സൈഡിലെ കിളിവാതിൽ കൂടി നോക്കി ഇതിനെ എല്ലാവരെയും ആശംസകളൊക്കെ അർപ്പിക്കുന്നതും എല്ലാം. നമ്മൾ ബസിലിക്കയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ എൻട്രൻസിൽ കൂടെയാണ് പത്രപ്രവർത്തകരെല്ലാം കയറ്റി വിടുന്നത്. അതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവരെ അതിൻ്റെ രീതിക്കനുസരിച്ചാണ് ഇവരെ ഇവിടെ നിന്ന് വിടുന്നത്. ഇനി പുറത്തേക്ക് വന്ന് ഈ പ്യാസ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ വത്തിക്കാൻ്റെ പള്ളിയുടെ ഈ സ്ക്വയറിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ മാർപ്പാപ്പയുടെ ആ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം, മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാർപ്പാപ്പയുടെ സ്വന്തം മോതിരം കയ്യിലിട്ടിരിക്കും. ഭരണത്തിൻ്റെ ആയിട്ടുള്ള ഒരു മോതിരം ഉണ്ടല്ലോ, അത് സിമ്പലാണ്. ആ മോതിരം അന്നേരം തന്നെ നശിപ്പിച്ചിട്ട് ആണ് ഇപ്പോഴും കയ്യിൽ കിടക്കുന്നത്. മോതിരം അദ്ദേഹത്തിൻ്റെ സ്വന്തം മോതിരമാണ്, മാർപ്പാപ്പയുടെ. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഡെഡ് ബോഡി അടക്കിയതിന് ശേഷം അതിൽ മാർപ്പാപ്പ എന്ന് പോപ്പെന്ന് എഴുതല്ലെന്ന് ഒരു കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോപ്പെന്നുള്ള ആ പേര് കൊടുക്കരുത്, ലാറ്റിനിൽ ഉള്ള രീതിയിൽ ഫ്രാൻസിസ് എന്നുള്ള ആ ഒരു പദം വരുന്ന പേര് മാത്രം മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. ഇത്രയധികം ഇതിൽ മലയാളികളൊന്നും അല്ല. ഇത് ഈ ഇറ്റലിയിലുള്ളവരും അത് എനിക്ക് തോന്നുന്നത് കുറവാണ്. ബാക്കിയുള്ള വിദേശത്ത് നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പല ഭാഷയിൽ ചിലി, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന് ഇത് കാണാനായിട്ട് വരുന്നവരുമുണ്ട്. അത്രയ്ക്കും ഇപ്പോഴത്തെ സീസൺ ടിക്കറ്റ് ആയതുകൊണ്ട് ഈ ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള ഭയങ്കര ഹൈ ഫെയറോടുകൂടിയാണ് ആൾക്കാരൊക്കെ കൂടുതലും എടുക്കുന്നത്. ട്രെയിനുകളിൽ ടിക്കറ്റില്ല. ലോക്കൽ ട്രെയിനുകളിൽ ആൾക്കാരെല്ലാം തടിച്ചു കൂടിയിട്ടാണ് വരുന്നത്. ബസ്സുകളിലാണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യത കുറവ്. അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു അടക്കം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി അത് ക്ലോസ് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. Porque estaban mandando por allá. Distanza Roma passano subito, non te ne accorgi, vero? Vola. അങ്ങനെ ഞങ്ങൾ വത്തിക്കാൻ സിറ്റിയിൽ നിന്നും തിരികെ പോവുകയാണ്. രാവിലെ 5:30 മണി മുതൽ 11:30 മണി വരെ ഈ വത്തിക്കാൻ ആലയത്തിൽ കൂടി കറങ്ങി ചുറ്റി നടന്ന് തിരികെ എത്തി. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഞാൻ പങ്കിട്ടതിൽ എനിക്ക് സന്തോഷം. തീർച്ചയായിട്ടും അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. കിഴക്കൻ്റെ വെനീസ്
ബിജു തച്ചേരിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.